ഈ ഒരു വീഡിയോയിലൂടെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യം നമുക്ക് അനിരുദ്ധ് താപ്പയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റിൽ നിന്നാണ് അടങ്ങാം. എന്തായാലും അനിരുദ്ധ് താപ്പ മോഹൻ ബഗാൻ അതുപോലെ തന്നെ ജംഷഡ്പൂർ FC മാച്ചിൽ മിസ്സാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല അദ്ദേഹം 2-3 ആഴ്ചത്തേക്ക് ടീമിനോടൊപ്പം ഉണ്ടാകില്ല എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അനിരുദ്ധ് താപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഫിഫ അവരുടെ ഒഫീഷ്യൽ പേജിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു വലിയ കാര്യമൊക്കെയാണ്. സോ എന്തായാലും അനിരുദ്ധ് താപ്പ പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ. എന്തായാലും ഹോസെ മൊളീന കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് 2-3 ആഴ്ചത്തേക്ക് അദ്ദേഹം സ്ക്വാഡിൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അന്നത്തെ പ്ലേയിങ് ഇലവൻ ഉണ്ടായിരിക്കില്ല എന്ന്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹീറ മൊണ്ടലുമായിട്ട് വന്നപ്പോൾ അപ്ഡേറ്റാണ്. ഹീറ മൊണ്ടൽ നമുക്കറിയാം ഈസ്റ്റ് ബംഗാളിൻ്റെ ഫുൾ ബാക്കാണ്. വളരെ മികച്ചൊരു ഫുൾ ബാക്കാണ്. ഡിഫൻസീവിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കളിച്ചിട്ടുള്ള ടീമുകളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള താരമാണ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വരികയാണ്. 3 മാസത്തിന് ശേഷം പരിക്കായിരുന്നു. സോ ഒരു പരിക്കിന് തിരിച്ചു വന്നെന്ന് അവർ ഒഫീഷ്യൽ പേജല്ല, അവർ എന്താ പറയുക ഫാൻ പേജിലൊക്കെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ എന്തായാലും അദ്ദേഹം ബാക്കാണ്. സോ അത് അവരുടെ ഡിഫൻസിനെ കുറച്ചുകൂടെ മൂർച്ച കൂട്ടും എന്ന് തന്നെയാണ് തോന്നുന്നത് ഹീറ മൊണ്ടലിൻ്റെ ആ ഒരു തിരിച്ചുവരവ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്ലേയേഴ്സിനെ ഒന്നും എടുത്തില്ലെങ്കിൽ പോലും കേരള പോലീസിനെ വരെ ടീമിലെത്തിച്ചിരിക്കുകയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പരക്കുന്നത്. നമ്മൾ വീഡിയോ കണ്ടാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടാണ്, അതായത് ഈ ഒരു പോലീസൊക്കെ ഇങ്ങനെ വന്നേന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനൊരു ക്ലിയറൻസ് തന്നിരിക്കുകയാണെന്ന് KBFC അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ. ഞങ്ങളൊന്നും തന്നെ പോലീസിനോടൊന്നും പറഞ്ഞിട്ട് ഇത് ഗവൺമെൻറ് തന്നെ ഏർപ്പാടാക്കിയ സംഭവമാണ്, അതിൻ്റെ പ്രകാരം വന്നതാണ്. അല്ലാതെ ഞങ്ങൾ എന്താ പറയുക പോലീസിനോട് പറയുകയോ ഇങ്ങനെ ഒന്നും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഫാൻസിൻ്റെ ഇമോഷനെ എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത്രയും 10 വർഷമായി നോ റെസ്പെക്റ്റ് എന്ന് തന്നെ പറയണം. സോ എന്തായാലും കണ്ടു തന്നെ അറിയാം എന്താണെന്ന്. എന്തായാലും ഇപ്പോൾ അവരല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിട്ടിട്ട് വേണമെങ്കിൽ അല്ലെന്ന് പറയാമല്ലോ, ആരും എതിർക്കാനൊന്നും കാണത്തില്ലല്ലോ. സോ എന്തായാലും നമ്മുടെ പ്രതിഷേധം തുടർന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ടീമിനെ കൊണ്ട് സാധിക്കത്തുള്ളൂ. കാരണം ISL തന്നെ ഓടുന്ന ഒരു കേരള ടീം ഇല്ലാതെ ISL ഈ ഒരു ലെവലിൽ ഓടുക എന്ന് പറയുന്നത് കുറച്ച്, അതായത് ഇത്ര ഹൈപ്പോടുകൂടി ഓടുക എന്ന് പറയുന്നത് കുറച്ച് പാടായിട്ടുള്ള പരിപാടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല, കേരള ടീം ഇല്ലാതെ ഇത് ഇത്ര ഹൈപ്പ് കിട്ടത്തില്ല. സോ എന്തായാലും ഉറപ്പായിട്ടും ഒരു കിരീടം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർ കപ്പിനിയുണ്ട്, ISL ട്രോഫി വേണമെങ്കിൽ നേടാൻ സാധിക്കും. ഷീൽഡ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ 2 ട്രോഫി ലെഫ്റ്റാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും അടുത്തൊരു കാണുന്നവരെ ഗുഡ് ബൈ.